ഹണി റോസിനോട് കാണിച്ച സ്ത്രീ വിരുദ്ധക്കെതിരെ ബോച്ചയ്ക്കെതിരെ പല പ്രാവശ്യം മാന്യമായി ഫലം പറഞ്ഞിട്ടും ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ രാഹുൽ ഈശ്വർ ഇതേപോലെ സ്ത്രീ വിരുദ്ധം സംസാരിച്ചുകൊണ്ട് ജയിലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീ വിരുദ്ധത ചിലർക്കൊരു മാനസിക രോഗം പോലെയാണെന്ന് ആലോചിക്കണം. അത്തരത്തിലുള്ളൊരു സംഭവ പരമ്പരകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ചാൽ അവൾ മോശക്കാരിയാണ്, അവളുടെ വേഷം ഇങ്ങനെയല്ല, അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോശമാകുമ്പോൾ സാധാരണ രീതിയിൽ ഒരു സ്ത്രീയും മുന്നോട്ട് വരാൻ സാധ്യത കുറവാണ്. പക്ഷെ ആരെങ്കിലും ഒരാൾ ഇതിനെതിരെ ഇറങ്ങിത്തിരിക്കേണ്ടതല്ലേ? അങ്ങനെ ചിലരെല്ലാം ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിത്തിരിച്ച ഒരു മാന്യ വനിതയാണ്, അഭിനേത്രിയാണ് ഹണി റോസ് എന്ന് ആലോചിക്കണം. അപ്പോൾ ഹണി റോസിന് മുമ്പ് തന്നെ ഇവിടെ അതിജീവിതയുടെ ഒരു കേസുണ്ട്. കഴിഞ്ഞ 7.5 വർഷമായിട്ടുള്ള കേസ്. ആ അതിജീവിതയുടെ കേസിൽ 2-3 പക്ഷമായി തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതിജീവിതയെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ ആ നടനിപ്പോഴും കേസുമായി പോയിക്കൊണ്ട്, അന്നും രാഹുൽ ഈശ്വർ ഈ നടന് വേണ്ടിയാണ് രാവും പകലും വാദിച്ചിരുന്നത്. അന്ന് അതിജീവിതയെക്കുറിച്ച് തന്നെയാണ് അന്നും ഇന്നും മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് പറയട്ടെ, രാഹുൽ ഈശ്വർ മോശക്കാരനാണ് എന്നൊരു അഭിപ്രായത്തിലല്ല പറയുന്നത്. അയാൾ മിടുക്കനാണ്, നന്നായിട്ട് സംസാരിക്കും, ഇതൊക്കെയുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും അന്ന് ആലോചിച്ചപ്പോൾ അതിജീവിതയുടെ കാര്യം ആദ്യമായിരിക്കുമല്ലോ എന്നാണ്. പക്ഷെ അതല്ല, തുടർച്ചയായി ഇപ്പോൾ ഹണി റോസിൻ്റെ കാര്യത്തിൽ ബോച്ചയാണ് തെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജയിലടയ്ക്കപ്പെട്ടത്. അപ്പോൾ ജയിലടയ്ക്കപ്പെട്ടപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടി ബോച്ചയോടൊപ്പം നിന്ന് ഹണി റോസിനെ സാമൂഹിക മാധ്യമങ്ങളിൽ വേട്ടയാടിയിരുന്ന കുറേ പേരുണ്ട്. അതിലൊരുത്തനെ അറസ്റ്റ് ചെയ്തപ്പോൾ പേടി കൊണ്ട് മറ്റു പലരും നിശബ്ദരായി എന്നാലോചിക്കണം. ആ നിശബ്ദരായി കിടക്കുന്നവർക്കിടയിലാണ് പിന്നെ രാഹുൽ ഈശ്വറിൻ്റെ ശബ്ദം പൊങ്ങി വന്നത്. ചാനലിൽ ഇരുന്നു കൊണ്ട് വളരെ മോശമായ രീതിയിലാണ് രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണം വന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, എന്തിനാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെ ചെയ്യുന്നത്? രാഹുലിനല്ല, ആർക്കും ഈ രാജ്യത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ അഭിപ്രായം പറയുമ്പോൾ അത് സ്ത്രീവിരുദ്ധത മാത്രമുള്ള അഭിപ്രായമാവുമ്പോൾ അതെന്തോ ഒരു പന്തികേടുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിൽ അമ്മയില്ലേ, സഹോദരിയില്ലേ, ഭാര്യയില്ലേ? അവരെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ഇയാളുടെ രക്തം തിളയ്ക്കില്ലേ? അങ്ങനെ രക്തം തിളയ്ക്കാത്തവനാണെങ്കിൽ അവൻ ആണെന്ന് പറയാമോ, മനുഷ്യനെന്ന് പറയാമോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ എന്താണ്, ആർക്ക് വേണ്ടിയാണ് ഈ കുഴലൂത്ത് നടത്തുന്നുള്ളത്? അങ്ങനെ ചെയ്താൽ ആരെങ്കിലുമൊക്കെ കേസ് കൊടുക്കും. പിന്നെന്താ പറഞ്ഞു വരുന്നത്? ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അതെ, രാഹുലിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചല്ല പറയുന്നത്, മറ്റൊരാൾക്ക് വേണ്ടി. കാരണം ബോച്ചയുടെ കേസ് തിളങ്ങി നിൽക്കുന്നൊരവസരം, ബോച്ചയെ ഇത്ര ദിവസം റിമാൻഡ് ചെയ്തിരിക്കുന്നു. ആ ഘട്ടത്തിൽ ആ കേസ് മാറ്റിമറിക്കാൻ വേണ്ടി, ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇറങ്ങിത്തിരിച്ചത്. അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷമായി മലയാള സിനിമയിൽ നിൽക്കുന്ന, വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യുന്ന, ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന സാംസ്കാരിക പ്രവർത്തകയായ ഹണി റോസിനെതിരെ എന്തിനാണ് ഇപ്പോഴിങ്ങനെ വസ്ത്രധാരണത്തിൻ്റെ പേരിലൊരു കേസ് വന്നിരിക്കുന്നത്? അവർ അന്നും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് വിനിയോഗിച്ചിരുന്നത്. ആലോചിക്കണം. അവരുടെ പ്രൊഫഷൻ അഭിനയമാണ്. അവർ മോഡലിന് പോകുന്ന ഒരാളാണ്. ഉദ്ഘാടനത്തിന് പോകുമ്പോഴാണ് ശരീര സൗന്ദര്യം സൂക്ഷിക്കേണ്ടത് അവരുടെ അവകാശമാണ്. ഇതൊരു ഹണി റോസ് മാത്രമല്ല, രാഹുൽ ഈശ്വറിന് കണ്ണുണ്ടെങ്കിൽ, കാതുണ്ടെങ്കിൽ, ചെവിയുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നടക്കുന്ന പല ഫംഗ്ഷനുകളുണ്ട്. പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഫംഗ്ഷനുകളിൽ അവരുടെ വസ്ത്രധാരണം എങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലായിരിക്കും. നീ എടുത്ത കാലത്തറിയാം, വിദേശത്ത് നമ്മൾ പോയ മലയാളികളായ നടിമാരുണ്ടെന്ന് ആലോചിക്കണം. കാൻ ഫെസ്റ്റിവലിൽ പോയ നടിമാരുണ്ടെന്ന് ആലോചിക്കണം. അവിടെ പോയി ചെയ്ത വസ്ത്രധാരണത്തിൻ്റെ രീതി എങ്ങനെയാണ് എന്ന് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിലൊരാരും അതവിടെ പോകുമ്പോഴല്ലേ അങ്ങനെ വേണ്ടേ എന്ന് പറഞ്ഞ് ആശ്വസിക്കാറ്. അതല്ലല്ലോ ശരി. ഓരോ രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ വസ്ത്രധാരണം മാറ്റം വരുത്തുന്നത് നമ്മുടെ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനനുസരിച്ചാണോ പെരുമാറുന്നത് എന്ന് ചോദ്യമുണ്ടോ? അത് സംസ്കാരത്തിൻ്റെ ഭാഗമല്ല, അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണെന്ന് ആലോചിക്കണം. ഇപ്പം പ്രായമായ ആൾക്കാർ
വേഷം ധരിക്കുന്നുണ്ട്. അവരെ പ്രായത്തിനനുസരിച്ച് വേഷമാണോ ധരിക്കുന്നത്? അതല്ലല്ലോ. മാത്രമല്ല, ഒരു ഹണി റോസ് മാത്രമല്ല ഈ വേഷത്തിന്. അങ്ങനെയായിരുന്നു സതുദ്ദേശമാണ് ഈ പറച്ചിലിൽ. രാഹുൽ ഈശ്വറിന് സതുദ്ദേശം ഉണ്ടായിരുന്നതിൽ കഴിഞ്ഞ 20 വർഷമായി ഇത്തരം വേഷം ധരിക്കുന്ന ഹണി റോസിന് മുമ്പ് നിങ്ങൾ ചാനലുകളിൽ സ്ഥിരം വാദിക്കുന്ന ഒരാളാണ്, ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് പറയാമായിരുന്നു ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ ഹണി റോസിന്റെ ഈ വേഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് അന്നേ പറയാമായിരുന്നു. ഇനി അന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ വിളിച്ച് പറയാമായിരുന്നു. ഹണി റോസ് നമ്പർ കിട്ടും, ഹണി റോസ് നിങ്ങൾ ഈ വേഷവിധാനം ഒന്ന് മാറ്റണം പറഞ്ഞു, അല്ലെങ്കിൽ മെസ്സേജെങ്കിലും കൊടുക്കുക. അതൊന്നും കൊടുക്കാതെ ഈ ബോച്ചയുടെ കേസ് വന്നതിന് ശേഷം, ബോച്ച ജയിലിൽ കിടന്നതിന് ശേഷം ബോച്ചയുടെ കേസ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറച്ചുകൊണ്ട് ഇവരും വസ്ത്രധാരണത്തിൽ മാത്രം പിടിച്ചുകൊണ്ട് നിങ്ങൾ സ്ത്രീ വിരുദ്ധത കാണിക്കുമ്പോൾ അവർക്കൊരു കുടുംബമുണ്ടെന്ന് ആലോചിക്കണം. അവരുടെ വസ്ത്രധാരണ അവർക്ക് പ്രിയപ്പെട്ടതാണെന്ന് ആലോചിക്കണം. അത് സമൂഹത്തിന് ദോഷകരമാണെങ്കിൽ നിങ്ങൾക്ക് എന്നേ കേസ് കൊടുക്കാമായിരുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാമായിരുന്നു. കോടതിയിൽ മാത്രമല്ല, ഇതിൻ്റെ നിയമങ്ങൾ കുറേ ഉണ്ട്, അതൊക്കെ കൊടുക്കുക. അതൊന്നും കൊടുത്തില്ല. അപ്പോഴാണ് രാഹുൽ ഈശ്വർ പറയുന്നത് സത്യസന്ധമായിട്ടാണോ എന്ന സംശയം മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് പറയേണ്ടത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പറയണം. അതിലൊന്നുമില്ല. ആ പറഞ്ഞതിൻ്റെ പേരിലൊന്നും ആരും കേസെടുക്കില്ല. പക്ഷെ ഇത്തരത്തിൽ പറയുമ്പോൾ ആലോചിക്കുക, നേരത്തെ ചിലർ പറയുന്നുണ്ടായിരുന്നു ഒരു അഭിപ്രായമല്ലേ പറഞ്ഞുള്ളൂ. അതേ അഭിപ്രായം പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട മുൻ അന്തരിച്ചു പോയ ആർ ബാലകൃഷ്ണപിള്ള ഈ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി പറഞ്ഞതെന്താ, പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത് വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രസംഗമൊന്നും ആയിരുന്നില്ലത്. പക്ഷെ അത് രാജ്യവിരുദ്ധമായിരുന്നു പറഞ്ഞിട്ട് രാജിവെക്കേണ്ടി വന്നില്ലേ? എന്തിനു സാംസ്കാരികം സജ്ജിച്ചെറിയാൻ ഭരണഘടനാ വിരുദ്ധമായി സംസാരിച്ച് രാജിവെക്കേണ്ടി വന്നില്ലേ? ഇതെന്താ സംസാരത്തിൽ കൂടി വന്നിട്ടുള്ളതാണിത്. അങ്ങനെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള പുതിയ നിയമങ്ങൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ അല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് പേടിച്ചിരിക്കുന്നു. ഹണി റോസ്, അതായത് ബോച്ചയെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലടച്ച പോലെ നിങ്ങൾക്കും വരാൻ പോകുന്നു എന്ന് നിങ്ങൾ ഭയന്നിരിക്കുന്നു. നിങ്ങൾ നിർഭയനാണെങ്കിൽ, അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത്? അറസ്റ്റ് ചെയ്യട്ടെ. ഞാനും മാധ്യമ പ്രവർത്തകൻ തന്നെയാണ്. ഞാനിങ്ങനെ മുൻകൂർ ജാമ്യം ഒരു സ്ഥലത്ത് ഇത്രയുണ്ട്. ഞാൻ നിരവധി കേസുകളിൽ പെട്ടിട്ടുണ്ട്. ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടില്ല. എന്നെ അടിക്കാൻ വന്ന് ഞാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റുമുട്ടിയിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുക. നിങ്ങൾ ഗുണ്ടകൾ ഇറക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ടുള്ള ഗുണ്ടകളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്. അത്രയും തൻ്റെ ഇടം ഒരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരാൾക്കുണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ പേടിക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചത് അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള പക്ഷക്കാരാണ്. ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾ ഈ സംസാരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പേരിൽ മാത്രം അറസ്റ്റ് ചെയ്യുന്ന തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞത് കുറേ പേര് ഏറ്റെടുക്കുകയും അത് വളരെ സ്ത്രീവിരുദ്ധമായി ചെയ്യുന്ന ആലോചിക്കണം. ആ സ്ത്രീവിരുദ്ധത മാറ്റിമറി. പിന്നെ നിങ്ങൾ മറ്റുള്ള പറഞ്ഞു പറഞ്ഞില്ല, ഹണി റോസിൻ്റെ സിനിമകൾ റിലീസ് ചെയ്യില്ല, ഹണി റോസിന് സിനിമകൾ ഉണ്ടാവില്ല, അവരമ്പാടെ തകർന്നു. എവിടെ തകർന്നു സുഹൃത്തെ? മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഫഹദ് ഫാസിൻ്റെ അടക്കമുള്ള സിനിമകളൊക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഈ മോഹൻലാലിൻ്റെ പടം എത്ര പ്രാവശ്യം മാറ്റി വെച്ചതാ, മമ്മൂട്ടിയുടെ സിനിമ എത്ര പ്രാവശ്യം മാറ്റി വെച്ചതാ. അത് ഡിസ്ട്രിബ്യൂട്ടർ വിതരണക്കാരുടെയും മറ്റു സൗകര്യം അനുസരിച്ചുകൊണ്ട് മാറ്റി വെച്ചിരിക്കാം. ജനുവരി 10 ഉള്ളിലാണ് ഈ ഹണി റോസിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നതിന്. ഹണി റോസിൻ്റെ ആ സിനിമ റിലീസ് ചെയ്യുന്നിരിക്കുന്ന വലിയൊരു വിതരണക്കാരനെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന് വേറെ കുറേ സിനിമകൾ വന്നു, അതിൻ്റെ പേരിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണത്. പിന്നെ ഹണി റോസ് അല്ല നിർമ്മാതാവ്, അത് സംവിധായക ഹണി റോസ് അല്ല, ഹണി റോസ് അതിൻ്റെ നായിക നടി മാത്രമാണെന്ന് ആലോചിക്കണം. അത് റിലീസ് ചെയ്യാനുള്ള ചുമതലയും കടമയും പണം ഇറക്കിയവനാണ്. അത് അവർ നോക്കിയോളും. പിന്നെ ഇനി ഒരു സിനിമയിലും അഭിനയിക്കുന്നുള്ള പ്രചരണമാണ് വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഒരാളുടെയും വിധി തീരുമാനിക്കുന്നത് നമ്മളല്ല. അവരെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ അഭിനയിപ്പിച്ചിരിക്കും. പിന്നെ മലയാള സിനിമയും നല്ല മനുഷ്യരും ഒക്കെ അവരുടെ പുറകെ ഉണ്ട് എന്നാലോചിക്കണം. അതെങ്കിലും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള നല്ല ഞാനിപ്പോഴും നല്ല ചെറുപ്പക്കാരൻ തന്നെയാണെന്ന് പറയുക. നിങ്ങൾ മോശക്കാരനെന്ന് പറയാം. പക്ഷെ നിങ്ങളുടെ വികട സരസ്വതി പോലെ നിങ്ങളുടെ വാ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് തിരിച്ചടിയായി വരാനാണ് സാധ്യത. ദയവ് ചെയ്തുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ സ്ത്രീവിരുദ്ധമായ അഭിപ്രായങ്ങൾ, ആക്രമങ്ങൾ നിർത്തി യഥാർത്ഥമായി നല്ല അഭിപ്രായങ്ങൾ ഏറ്റുമുട്ടണം. അഭിപ്രായം തുറന്ന് പറയണമെന്നൊരു മാധ്യമ പ്രവർത്തന റിക്വസ്റ്റ് കൂടിയാണ് ഞാൻ ചെയ്യുന്ന ആലോചിക്കണം.